ഹലോ, ഇന്നത്തേത് ഈസ്റ്ററിന് നമ്മൾ അനിയത്തിനെ ഞെട്ടിക്കാൻ പോയ കഥയാണ് കേട്ടോ. നമ്മൾ പറയാണ്ട് ചെല്ലുന്നതും പറഞ്ഞു ചെല്ലുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ ഞങ്ങൾക്കിടയിൽ ആ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയാതാണ് കേട്ടോ ചെന്നത്. എല്ലാ പ്രാവശ്യം പറഞ്ഞു ചെല്ലുമ്പോൾ ആൾ ഒരുപാട് സാധനങ്ങളൊക്കെ കരുതി വെക്കാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞെട്ടി എന്നോട് കുറേ നേരം വഴക്കിട്ടൊക്കെ നിന്ന് കേട്ടോ. പിന്നെ അവിടെ ചെന്ന് ഞാൻ ഡ്രസ്സൊക്കെ മാറി സെറ്റായി. പിന്നെ അവിടെ എപ്പോൾ ചെന്നാലും ചോക്ലേറ്റ്സൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. ചെന്ന പാടി ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഇതുപോലെ ഇത്രയും ചോക്ലേറ്റ്സൊക്കെ കിട്ടി കേട്ടോ. അപ്പം ഞാനത് മക്കളെ കാണിച്ചിട്ടൊക്കെ പറയായിരുന്നു, ഇതാ ഇത്രയും ചോക്ലേറ്റ്സ് ഉണ്ട്, അപ്പം ഞാൻ എനിക്കിഷ്ടമുള്ളതൊക്കെ എടുത്ത് കഴിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾ നമ്മുടെ ചാനലിൽ തന്നെ പഴയ വീഡിയോസൊക്കെ സ്വന്തം വീഡിയോസൊക്കെ നോക്കിയിട്ട് ഒരേന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനിടയിൽ ഒരു സ്നിക്കേഴ്സ് കഴിച്ചു. അനീത്തി അതിനിടയിൽ തട്ടിക്കൂട്ടി കറികളൊക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ആൾ കക്കയും ചാളയും ഒക്കെ വാങ്ങിച്ചിട്ടോ. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് പിന്നെ ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു മീനൊക്കെ വെക്കുന്ന ചേച്ചി വരും. അങ്ങനെ ആ ചേച്ചിയുടെ നിന്ന് ചാള വാങ്ങിച്ചിട്ട് അത് കറിയൊക്കെ അടപ്പത്താക്കി കേട്ടോ. ആ സമയം കൊണ്ട് ആൾ കുറച്ച് ഡ്രസ്സൊക്കെ എനിക്ക് എടുത്തു. ഞങ്ങൾ അങ്ങാടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ട്രയൽ ചെയ്തൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. നമ്മൾ സിസ്റ്റേഴ്സ് ആകുമ്പോൾ ഒരു ഗുണം അതാണ് കേട്ടോ, നമുക്ക് ഡ്രസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാകാവുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇടാന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് ഒരു കിറ്റ് ഡ്രസ്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കൊണ്ടുപോകാനായിട്ട്. പിന്നെ അപ്പോഴേക്കും വറുക്കാനായിട്ട് പുരട്ടി വെച്ച് മീനൊക്കെ വറുക്കാൻ അടുപ്പത്തിട്ട് കേട്ടോ. അപ്പോഴേക്കും കക്ക ഫ്രൈ ഒക്കെ റെഡി ആയിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കക്ക ഫ്രൈ ഒക്കെ. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറി ഇറങ്ങാൻ നേരത്താണ് ഐസ്ക്രീം കഴിച്ചില്ല എന്ന് എനിക്ക് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് പിന്നെ ഇറങ്ങിയത്. അപ്പോൾ മുറ്റത്ത് നോക്കുമ്പോൾ കുറച്ച് പൂക്കളൊക്കെ ഉള്ള ചെടികളുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൊമ്പൊക്കെ ചോദിച്ചിട്ട് ആളതൊക്കെ ഒടിച്ച് സെറ്റാക്കി എടുക്കാൻ കേട്ടോ. ഞങ്ങൾ ചെറുപ്പം മുതലേ തന്നെ എന്ത് കാര്യം ഷെയർ ചെയ്യാനൊന്നും മടിയില്ലാത്ത ആളുകളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആ ഒരു ബോണ്ടിങ് ഭയങ്കര ഒരു വലുത് തന്നെയാണ്. ഒരുപാട് നാൾക്ക് ശേഷമാണ് അനീത്തിൻ്റെ വീട്ടിൽ പോയത്. അതിൻ്റെ ഒരുപാട് സന്തോഷം എനിക്കുണ്ട് കേട്ടോ. ഈസ്റ്റർ ആയതുകൊണ്ട് വൈകിട്ടൊക്കെ ആകുമ്പോൾ റോഡിൽ നല്ല തിരക്കാവുമെന്ന് ചോദിച്ചിട്ട് പിന്നെ വേഗം മടങ്ങിട്ടോ.